അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ
പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സ്വാതന്ത്ര്യം നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരും മിക്കവാറും. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ ജെറമിയയില്ലേ, ജെറമിയ 2:13 എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇത് സാധാരണ ആഭിചാരം, കൂടോത്ര മന്ത്രവാദം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാനവേദികളിലൊക്കെ നമ്മളിത് കേൾക്കുന്നത്. എപ്പോഴും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ്, കാര്യം അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല വിഷയം. നമ്മൾ പൊട്ടക്കിണറെ കുഴിക്കുന്നതല്ല പ്രശ്നം. അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനയുമായിട്ട് ലിങ്ക്ഡാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് 20:2 അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതുമായിട്ട് ലിങ്ക്ഡാണ്. ഏത്? നേരത്തെ പറഞ്ഞ ജെറമിയ 2:13 എന്താണ്? ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് ഒരു ജന്മം ധ്യാനിക്കാനുണ്ട് വിഷയമാണ്. കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം, ദൈവത്തിന് പകരം ഒരു അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ്. എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ്. ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും ദൈവം എന്തോ ഒരു കരുണയുള്ള ആളാണ്. ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും. കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ, മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ്. വചനങ്ങൾ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം
മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പൊ കർത്താവിന്റെ കാലത്ത് യഹൂദന്മാരുടെ ജൂഡൈക് ലൈഫില്ലേ, ഭാരം കൂടിയതായിരുന്നു. അതാണ് ഈശോ അങ്ങനെ പറയണത്. ജൂഡൈക് ലൈഫ്, ജൂഡൈക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഭജന, ഈ റബികൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു. അതാണ് ഈശോ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദുർവാഹമായ ചുവടുകളെ. മത്തായി 23:4 അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. റബിനിക് ലോ, അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻസും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല. തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണതാണ് കാണുന്നത്. വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ എന്തുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായി ജീവിച്ച് രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ചാൽ ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പോൾ അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ സംഭവത്തിൽ ഈശോ ഇതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും. ഇനി ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം ആശകളിലേക്ക് സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും. സിമ്പിളായിട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് ഇത് സ്നേഹമാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പമാരൊക്കെ ഈ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്കും സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണിക്കണതാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. ആ ദൈവം നമ്മോട് കാണിച്ചതാണ്. സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അതൊരു ബയലാറ്റർ, ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണും. അത് ഒരു മനുഷ്യപ്രകൃതിയാണ്. കരുണയ്ക്ക് അതൊന്നുമില്ല. കരുണ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയണത്,
കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് എല്ലാവരുമൊക്കെ മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറയണില്ലേ, ഭാരം ലഘുവാണെന്ന്. അപ്പം ഭാരം ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്തുമാത്രം സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് 10 കിലോ ഉള്ള തേപ്പൊട്ടിയുടെ അകത്ത് ചിരട്ടക്കല്ലൊക്കെ പൊട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിലാണ് തുണി തേക്കണത്. ആ സമയത്ത് ഇപ്പോഴെന്താ പറ്റണത്, ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്ന തേപ്പൊട്ടി കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് അഴയിലിട്ട് തേച്ചുകളെ. അപ്പം ഭാരം ലഘുവായി, സിമ്പിളായി, ലൈറ്റ് വെയിറ്റായി. അപ്പം ലൈറ്റ് വെയിറ്റ് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകും ശരിക്കും. അപ്പം ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്തഃസത്യം എന്ന് പറയണത്, നമ്മൾക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, അനോയിൻറ്റിങ് കിട്ടിയാൽ മതി. അതാണ്. അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, പാപമില്ലാതെ ജീവിക്കാം, അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ അനോയിൻറ്റിങ് കിട്ടണം. എപ്പോഴും നമ്മളെപ്പോഴും നിങ്ങൾ നിശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പാപം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും നമുക്ക് വേണ്ടത് ഇതിനെ ലഘുവാക്കുന്ന അനോയിൻറ്റിങ്. ആ ദേവസ്വം കൂടി വരുമ്പോൾ അനോയിൻറ്റിങ്. എൻ്റെ പേര് സുബി, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് തത്തമംഗലത്താണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 31/7/2025 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം കൃപാസന മാതാവിൽ ഒട്ടും വിശ്വാസം ഇല്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. 2023 എൻ്റെ അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, കൊന്ത ചൊല്ലണം. അപ്പം ഞാൻ അമ്മയോട് പറയും, ഒരാളെ നിർബന്ധിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യിപ്പിക്കണ്ടേ, അതെനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുമ്പോഴല്ലേ അതിന് കാര്യമുള്ളൂ. അമ്മ കുറേ നിർബന്ധിച്ച് ഞാൻ ചെയ്യുമ്പം ഞാൻ എന്തിനോ അമ്മയുടെ പേടിച്ചിട്ട് ചെയ്യുന്ന പോലെ ആവും. ഒരാളെ വിശ്വാസത്തിൽ എത്തിക്കണമെങ്കിൽ ദൈവം അതിനോടൊരു കൃപ കൊടുക്കണം, ഒരാളെ വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ. അപ്പം ഞാൻ അമ്മയോട് അത് പറയുമായിരുന്നു. അപ്പം ഞാൻ നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്ന സമയത്താണ് അമ്മ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നഴ്സിംഗിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി പത്രങ്ങൾ രോഗികളായിട്ട് കിടക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സ് ആയവരൊക്കെ എനിക്ക് തരുമായിരുന്നു. അപ്പം ഞാനത് സ്വീകരിക്കും, ഞാൻ വായിക്കുകയോ അതിൽ ഒത്തിരി വിശ്വാസം കാണിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ഭക്തിയാണ്, പ്രത്യേകതരം പ്രാർത്ഥനകളും കാര്യങ്ങളും. പിള്ളേർ അത്രയും നാളും പ്രാർത്ഥിക്കാത്ത പിള്ളേർ റൂമിലെല്ലാവരും ഒന്നിച്ചിരിക്കും, ജപമാല ചൊല്ലും, ഭയങ്കര പ്രാർത്ഥന. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റേച്ചൽ എന്ന് പറഞ്ഞ കൊച്ച്, ആ കൊച്ചിൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ കൊച്ച് എപ്പോഴും ഞങ്ങൾക്ക് ഉടമ്പടി തേനും ഉപ്പും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രാർത്ഥന, ഉടമ്പടി തേനും ഉപ്പുമൊക്കെ കഴിക്കുമായിരുന്നു. അത് വിശ്വാസത്തോടെയല്ല. കൃപാസന മാതാവിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് പോലുമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. മാതാവിൻ്റെ കളർ ഗ്രേ ആണെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു. മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ എക്സാം പാസ്സാക്കി. എൻ്റെ കഴിവിലല്ല, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു, പാസ് ഔട്ടായി. കുറച്ച് മാസങ്ങളോളം വീട്ടിൽ വെറുതെ ഇരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു നിയോഗം പോലെ ബൈബിൾ എഴുതാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ബൈബിൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി വേണം, എല്ലാവരും പഠിച്ചിറങ്ങി നഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് എടുത്തത്. അപ്പോൾ പഠിച്ചിറങ്ങി കുറച്ച് കാലം കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ നിയോഗം ബൈബിൾ എഴുത്തിലൂടെ എനിക്ക് ജോലി കിട്ടണം എന്നായിരുന്നു. പക്ഷെ 2 മാസം ബൈബിൾ എഴുതി കഴിഞ്ഞു, ജോലി കിട്ടി. 2 മാസം ഞാൻ ജോലിക്ക് പോയി. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ജർമ്മൻ പഠിക്കണം. അപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞാൻ മൈസൂർക്ക് പോയി. അജ്നോറ വഴി മൈസൂർ ചെന്നൊരു 8 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ A1 ഒക്കെ എത്തിയപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് പാസ്സായാൽ മതി. അപ്പോഴും നമ്മുടെയും കഷ്ടപ്പാട് കണ്ടിട്ട് നിൽക്കാൻ വയ്യ. വല്യപ്പച്ചനാണ് പഠനത്തിലൊക്കെ സഹായിക്കണം. അപ്പോൾ വല്യപ്പച്ചൻ്റെ ആഗ്രഹം ഞാൻ ജർമ്മൻ പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ജർമ്മൻ പഠിക്കാൻ പോയി. ആദ്യത്തെ മാസം A1 എത്തി. A1 A2 B1 B2 ഇത്രയും 4 ഇത് എനിക്ക് കടന്നു കിട്ടണം. A1 ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര കൊന്തകളിൽ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും പാസ്സാവണം എന്നുള്ള രീതിയിൽ. പക്ഷേ A1 A2 B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി. ഞാൻ ജർമ്മൻ സംസാരിക്കുന്നതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എൻ്റെ പിള്ളേർ പറഞ്ഞിട്ട്
ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ്, എനിക്ക് എങ്ങനെ സംസാരിച്ചാലും കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ആ സമയത്തുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ ഉടമ്പടിയിലാണ്. അപ്പോൾ B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിൻ്റെ ആ ദിവസം എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് കണ്ണ് തുറക്കാൻ പോലും വയ്യ. ഞാൻ ഇന്നലെ തലേദിവസമൊക്കെ പ്രിപ്പയർ ചെയ്ത സംഭവം പിറ്റേ ദിവസം എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര സങ്കടത്തിലായിപ്പോയി. എനിക്ക് തലവേദന എടുത്ത് തല പൊക്കാൻ വയ്യ, വെളിച്ചത്തോട്ട് എനിക്ക് നോക്കാൻ വയ്യ, മൈഗ്രെയിനിൻ്റെ പോലെ. എനിക്കിതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല, വന്നവർ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ എനിക്കൊരു തലവേദന വന്നു. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചു, ഞാൻ കിടന്നുറങ്ങി ഞാൻ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകേണ്ട സമയമാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ കൃപാസന മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ എപ്പോൾ പ്രാർത്ഥിച്ചാലും കണ്ണുനീരാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. എന്നാലും എൻ്റെ അഹങ്കാരം, ഞാൻ കൃപാസന മാതാവിനെ അറിഞ്ഞിട്ടില്ല ആ സമയത്തും. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരാളെ എന്തിനാണ് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്? എൻ്റെ ഇടവക പള്ളിയിൽ മാതാവാണ്, ഞാൻ കുഞ്ഞിലെ തൊട്ട മാതാവിനോടാണ് സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. പ്രാർത്ഥിക്കാൻ എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ ഈശോയോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ നോക്കും. ചില സമയത്തൊക്കെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനൊരു പ്രാർത്ഥനയായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര പ്രാർത്ഥന. അത് കഴിഞ്ഞ് B2 എത്തി. B2വിൻ്റെ OSD എക്സാം എന്ന് പറഞ്ഞൊരു എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം ഞങ്ങളുണ്ടായിരുന്ന മൈസൂരുണ്ടായിരുന്ന സെൻറ്ററും OSD സെൻറ്റർ ആയതുകൊണ്ട് അവർ നിർബന്ധിച്ച് OSD എക്സാം തന്നെ എഴുതണം. അതിന് മുന്നേ 2-3 എക്സാം കഴിഞ്ഞു. 60 പേരിലാകെ 1-2 പേരൊക്കെ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്, എഴുതി കഴിഞ്ഞാൽ തോറ്റുപോയി 23, 25, 25,000 രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിത് എഴുതണം എന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല സുബി, നിന്നെക്കൊണ്ട് പറ്റും, നീയേ നല്ലപോലെ സംസാരിക്കുന്നുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമായിരിക്കും, എന്നാൽ എഴുതി നോക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അപ്പോഴും എനിക്കുണ്ടായി. എക്സാമിൻ്റെ ദിവസമായി, ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഞാൻ അപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കൂടെ ഒരു ഷീന എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരി ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ഞാൻ ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി. പക്ഷേ എക്സാം ഹാളിൽ ഇടാനൊക്കെ എനിക്ക് മടിയായിരുന്നു. കാരണം ഞാൻ കൃപാസന മാതാവിൽ അത്ര വിശ്വാസമുള്ള ആളല്ല. അപ്പം ഞാൻ ഉപ്പിട്ട് ഒന്നും പ്രാർത്ഥിച്ചില്ല. ഉപ്പെൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിൽ രാവിലെ കഴിച്ചിട്ടാണ് എക്സാം ഹാളിലേക്ക് പോയത്. അപ്പം 14-15 എനിക്ക് എക്സാം. ആ എക്സാമിന് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പാസ്പോർട്ട് വേണമെന്ന് എക്സാമിന് കൊണ്ടുപോകുമ്പോൾ പാസ്പോർട്ട് വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വീട്ടിലിരിക്കുകയാണ്, ഞാനിരിക്കുന്നത് മൈസൂരാണ് എൻ്റെ എക്സാം നടക്കണേ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിതുപോലെ പാസ്പോർട്ട് ഇല്ല, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെച്ച് എഴുതാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ആധാർ കാർഡ് വെച്ച് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഉറപ്പില്ല, നമുക്കത് ചോദിക്കണം, എക്സാമിനേറ്റേഴ്സിനോട് ചോദിക്കണം. അപ്പം പെട്ടെന്ന് ഈ സാറ് വേറൊരു എൻ്റെ കൂടെ പഠിക്കുന്ന മറിയം എന്ന് പറഞ്ഞ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം പെട്ടെന്ന് പറഞ്ഞു നിൻ്റെ കൂടെ നാട്ടിലുള്ളൊരു ചേച്ചി ശില്പ, ചേച്ചി നാട്ടിലുണ്ട്, ചേച്ചി നാളെ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ അപ്പയോട് പാസ്പോർട്ട് പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ശില്പ ചേച്ചിനെ വിളിച്ചു. ശില്പ ചേച്ചി പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ കുഴപ്പമില്ല. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട് മാതാവാണ് ഇതിലകത്ത് നിന്നത്, മാതാവാണ് പാസ്പോർട്ട്, അല്ലെങ്കിൽ അത്രയും സമയം ആ സാറിനറിയില്ല എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന ചേച്ചി ശില്പ, ആ ചേച്ചിയുടെ വീടും പാലക്കാടാണ്, ഒരേ ടൗണാണ്, ഒരേ സിറ്റിയാണ്, അടുത്തടുത്താണ്. ഇതൊന്നും ആ സാറിനറിയില്ല. ആ സാർ എങ്ങനെ അത് അറിഞ്ഞു ആ ചേച്ചി അവിടെ ഉണ്ടായി, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കൃപാസന മാതാവാണ് അതൊക്കെ ചെയ്തതെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. എന്നാലും എനിക്കൊരു വിശ്വസിക്കാനൊരു മടി, ഇത്ര നാൾ വിശ്വസിച്ചിട്ടുണ്ടായില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കാനൊരു മടി. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടി, ഞാൻ എക്സാം എഴുതി. അത്രയും നല്ലപോലെ സംസാരിക്കുന്ന ഞാൻ ആ എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വെറുതെ ചെന്നിരുന്നു. എക്സാമിനേറ്റേഴ്സ് എന്തോ ചോദിച്ചു, ഞാൻ യാ 9 ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അതുപോലെ ടെൻഷൻ അടിച്ച എക്സാം വേറെ ഇല്ല. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എക്സാമിന്. ആ എക്സാം എഴുതി, എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാവില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു, റിസൾട്ട് ആവാറായി. അപ്പോൾ മിക്കവാറും പിള്ളേർക്കെല്ലാം മനസ്സിലായി ഏകദേശം എല്ലാവരും തോക്കും. അപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണമെന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു തിരിച്ച് വന്നാലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. പിള്ളേരെല്ലാം തിരിച്ച് മൈസൂർക്ക് പോയി, ഞാൻ എന്നാലും പോയില്ല. ഞാൻ വീട്ടിലിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെ ഹാളിൽ കയറ്റി. അപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, എടി ഹാളിൽ കയറ്റി, ഇപ്പോൾ റിസൾട്ട് പറയുമായിരിക്കും. അപ്പം തൊട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥന, കൃപാസന മാതാവിനെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, ബൈബിൾ എഴുതുന്നു. ബൈബിൾ ഇംഗ്ലീഷാണ് എഴുതേണ്ടത്. അമ്മയ്ക്ക് പള്ളിയിൽ നിന്ന് കൊടുത്താണ് ഇംഗ്ലീഷ് ബൈബിൾ ഇത്ര അധ്യായം എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബൈബിൾ എഴുതി. അപ്പോൾ എനിക്കത് വായിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണില്ല, മലയാളം ബൈബിൾ പോലെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു
മനസ്സിലാവാണ്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് വിശ്വാസ പ്രമാണം എത്രയും ദേവളമാതാവും കൂടെ ചൊല്ലാം, എന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ എഴുതിയത് നെഹമ്യയാണ്. നെഹമ്യ മൊത്തം ഞാൻ ആ ചാപ്റ്റേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു ആ ദിവസങ്ങളിൽ, 2 ദിവസം കൊണ്ട്. എന്നിട്ട് ഞാൻ ആദ്യത്തെ ദിവസം റിസൾട്ട് വന്നില്ല, പറഞ്ഞില്ല. പിറ്റേ ദിവസം റിസൾട്ട് പറയാൻ വേണ്ടി അവർ പിന്നെയും എക്സാം ഹോളിൽ കയറ്റി. അപ്പോൾ തൊട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ തോറ്റോന്ന്. അപ്പോൾ കൃപാസനത്തെ മാതാവിൻ്റെ ഒരു കുഞ്ഞ് 2 ഫോട്ടോ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ 2 പേരുടെ രൂപങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യത്തെ കൊച്ചിനെ എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ കൂടെ പഠിക്കുന്ന രേവതി എന്ന് പറഞ്ഞ കൊച്ചാണ്. രണ്ടാമത്തെ ആളെ എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കുറച്ച് സമയം കണ്ടുള്ളൂ, പെട്ടെന്ന് പോയി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഫോട്ടോ ഇതിനകത്ത് തെളിഞ്ഞ് വന്നിട്ടില്ല, ആകെ 2 പേരുടെ ഫോട്ടോയിൽ തെളിഞ്ഞു വന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവർ 2 പേരായിരിക്കും ചിലപ്പോൾ പാസ്സാവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ ഇല്ലയോ എന്ന്, എനിക്കിപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചപ്പോൾ എൻ്റെ മുന്നിൽ F എന്നുള്ള ലെറ്ററാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസിന് P അല്ലേ വരേണ്ടത്, ഇത് F ആണല്ലോ, അപ്പോൾ ഞാൻ തോറ്റൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറെ 2 പേരെ ജയിച്ചുള്ളൂ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ? അപ്പോൾ പറഞ്ഞു രേവതിയും കതിർ എന്ന് പറഞ്ഞ കൊച്ചാണ് ജയിച്ചേ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കൃപാസന മാതാവ് ഇതിൽ കട്ടയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും വിശ്വാസമില്ലാത്ത എന്നെ കൃപാസന മാതാവിനെ കൊണ്ട് വിളിപ്പിച്ച് ഫോട്ടോയിൽ രൂപം കളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കണം. ഇത്രയും ഞാൻ ഇത് അത്ഭുതമാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ നിന്നോ, ഇങ്ങനെയൊക്കെ ആവുമോ എന്നെല്ലാം എൻ്റെ മനസ്സിൽ ചിന്തയായിരുന്നു. പക്ഷേ എന്നാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. ആ സമയത്തിൽ തിരിച്ച് മൈസൂർക്ക് പോകേണ്ടി വന്നു. മൈസൂർ എന്നപ്പോൾ അവർ പറഞ്ഞു പാസ്സാത്തവരെല്ലാവരും B1 വരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എഴുതി. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, 6 ലക്ഷത്തോളം നമ്മൾ കാണിച്ചിട്ട് ബാലൻസ് ബ്ലോക്ക് എമൗണ്ട് കാണിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് ഒരു ഫ്ലേഗ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ടെൽക്കിൻ്റെ ഒരു ബുക്കൊക്കെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് പോകും തോറും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മേനെ വിളിച്ച് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ ആരും നിർബന്ധിച്ച് ജർമ്മനിയിലേക്ക് ഇന്നതുപോലെ പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞു വിടില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റണില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അന്ന് തൊട്ട് ഞാൻ കൃപാസന മാതാവിനോട് ഭയങ്കര പ്രാർത്ഥന കേട്ടോ. അപ്പോൾ എനിക്ക് നീല മെഴുതിരിയും പച്ച മെഴുതിരിയും ഒന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു മെഴുതിരി കത്തിച്ചിട്ട് ഒരു മാതാവിൻ്റെ കുഞ്ഞൊരു ഫോട്ടോ ഉണ്ട്, ആ രൂപത്തിന് മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനായിട്ട് ഇതിൽ നിന്ന് പിന്മാറില്ല, പക്ഷെ അവരായിട്ട് ആ മാനേജ്മെൻറ്റായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കളയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറാം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മാനേജ്മെൻറ്റായിട്ട് വന്ന് പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ എടുത്ത് കളയാൻ പോവാണ്. പല പിള്ളേർക്കും അതിൽ കൺഫ്യൂഷൻ, പലർക്കും താല്പര്യമില്ല, 6 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് 31/7/2025 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ട് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, പിന്നെ നെഗറ്റിവിറ്റി ഒന്നുമില്ല, ഭയങ്കര പോസിറ്റിവിറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം, OST ആണ് ഞാൻ ആദ്യമേ എഴുതിയത്, അതെനിക്ക് കിട്ടിയില്ല. ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതാം. അപ്പോൾ എല്ലാത്തിനും പാറ്റേണിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ OSTനെ പോലെയല്ല ടെൽക്കുള്ളത്. അപ്പോൾ എനിക്ക് ടെൽക്കിന് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ എൻ്റെ അനീത്തി അവിടെ മൈസൂരുണ്ടായിരുന്നു, അവൾ B1 കയറാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ നിർത്തിയിട്ട് വരികയാണ്, ഇവിടെ OST മാത്രമേ എഴുതിപ്പിക്കുള്ളൂ, അതെനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തിരുവല്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എനിക്കിതുപോലെ B2ൻ്റെ ട്രെയിനിങ് തന്നാൽ മതി, എക്സാമിനുള്ള ട്രെയിനിങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവല്ലയ്ക്ക് പോയി. മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ മൈസൂരുണ്ടായിരുന്ന സമയത്ത് ഒത്തിരി ദൂരെയാണ് പള്ളി. അപ്പോൾ എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാനായിട്ട് ചില സമയത്ത് തോന്നാറില്ല. കുമ്പസാരമൊക്കെ ഭയങ്കര 1 മാസം 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ കുമ്പസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തിരുവല്ലയിലോട്ട് ഞാൻ മാറിയ സമയം തൊട്ട് മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ നിന്നതൊരു കോൺവെൻറ്റിലാണ്, കോൺവെൻറ്റിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. തിങ്കളാഴ്ച കോൺവെൻറ്റിലാണ് കുർബാന. അച്ഛൻ ഭയങ്കര ഒരു നല്ലൊരു അച്ഛൻ്റെ അടുത്ത് കുമ്പസരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വേഗം ഓടി വന്നിരുന്ന് തരും. അതുപോലെ അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ 1 ആഴ്ച കൂടുമ്പോൾ എനിക്ക് എപ്പോഴാണോ ഭയങ്കരമായിട്ട് കുറ്റബോധം മനസ്സിൽ വരുന്നത്, എനിക്കൊന്ന് കുമ്പസരിച്ചാൽ മതി എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പോയി നിന്ന് കുമ്പസരിക്കാം. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. അടുത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നടന്നു പോകുന്നത്ര ദൂരം, എല്ലാം കൊണ്ട് മാതാവ് എനിക്ക് ഭയങ്കര നല്ലൊരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, മാതാവിന് ഇടയ്ക്ക് സ്വപ്നം കാണും. ആദ്യത്തെ ദിവസം ഒരു സ്വപ്നം കണ്ടത് ഓഗസ്റ്റ് മാസമാണ്. ആ മാതാവ് ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആകാശത്തൊരു നീല
ഡ്രസ്സും റെഡ് കളറ് തലയിൽ മൂടിയിട്ടിട്ടുണ്ട്. അപ്പം 2 മാലാഖമാർ മാതാവിൻ്റെ തലയിൽ ഒരു പവിഴം പോലൊരു സംഭവം കൊണ്ടൊരു കിരീടം വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഡാനിയേലച്ചൻ്റെ സ്പീച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ ഡാനിയേലച്ച് പറയുന്നുണ്ട്, വിലാപത്തിന് പകരം സ്തുതികളുടെ സ്വസ്ത്രങ്ങൾ നാവിൽ വരും, അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് അച്ഛനൊരു വചനം കോട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്പീച്ച് കേട്ടിട്ടാണ് ഞാൻ കിടന്നത്. ഞാൻ കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിയ സമയത്ത് രാത്രി പകുതി മയക്കത്തിൻ്റെ സമയത്തിൽ എനിക്ക് തലയിൽ ഭയങ്കര സൗണ്ട്, ഭയങ്കര വൈബ്രേഷൻ. ഞാൻ മൊത്തത്തിൽ കിടന്ന് വിറയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ, കാരണം നഴ്സിംഗ് പഠിച്ച എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പല്ലുവേദന വന്നാൽ ക്യാൻസർ ആയിരിക്കുമോ എന്ന് പറയുന്ന പോലെ എനിക്ക് രാത്രി ഇതുപോലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ. അപ്പോൾ ഞാൻ കണ്ണ് തുറന്നു, പക്ഷെ എനിക്കൊന്നും അനക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കാശ് രൂപം ഇങ്ങനെ പിടിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണടച്ചു, ഭയങ്കര മുറുക്കം ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്, ഞാൻ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിന് സ്തുതിക്കണ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ഈശോയ്ക്ക് സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറയാനുണ്ട്, നീ സംസാരിക്കുക, നീയും സ്തുതിക്ക്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണ് തുറക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, കണ്ണ് തുറന്നാൽ ഞാൻ മരിച്ചു പോകും, ഈശോയെ കണ്ടാൽ ഞാൻ മരിച്ചു, എനിക്ക് കണ്ണുറക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൗണ്ടൊക്കെ മാറി നോർമലായി. ഞാൻ പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടത് ജോസഫ് അച്ഛനെയാണ്. ജോസഫ് അച്ഛൻ എന്തൊരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ട്. ഈ ബുക്ക് ഞാൻ ഉടമ്പടി തുടങ്ങിയ ദിവസം തൊട്ട്, അതായത് ഞാൻ എന്നാണോ ഹോസ്റ്റലിലേക്ക് മാറിയത്, ട്യൂഷനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയത്, അന്ന് തൊട്ടിട്ട് ഞാൻ ഇതിനകത്ത് ഓരോ വചനങ്ങൾ എഴുതും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉടമ്പടി ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ ജോസഫ് അച്ഛൻ്റെ. ആ ടോക്കിൽ എനിക്ക് കൂടി ഞാൻ മിക്കവാറും ഉറങ്ങിയിട്ടാണ് ഞാൻ ആ സ്പീച്ച് കേട്ടത് ജോസഫ് അച്ഛൻ്റെ. പക്ഷെ ഒരു വചനം മാത്രം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6 ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോവും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുക്ക് എടുക്കും, ആ വചനം ഞാൻ ഒരു പേജ് ഫുള്ള് എഴുതും, എന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പോകാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ തളർത്തും. ഈ ഒരു സെൻറ്റൻസ് എന്തോ ഒരു കാര്യത്തിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഈ സെൻറ്റൻസ് മാത്രമാണ് ഉറക്കെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൂ, നിന്നെ ഞാൻ തളർത്തും. ഇതാണ് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പിറ്റേ ദിവസം തൊട്ട് സ്പ്രഹന് പോകുന്ന സമയത്ത്, സ്പീക്കിങ്ങിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വക പറയാൻ കിട്ടണില്ല. ഞാൻ കരച്ചിലായി. എനിക്ക് OST എക്സാം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് സ്പീക്കിങ് ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഫുള്ളും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എക്സാമിൻ്റെ ഒക്കെ സമയമാവാറായി. എക്സാം ഡേറ്റ് എടുത്തു, 15-ാം തീയതി എടുത്തു, ഒക്ടോബർ 15. അങ്ങനെ എക്സാം ഡേറ്റ് കിട്ടിയത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു എക്സാം സെൻറ്ററിൽ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ ആ സമയങ്ങളോട് അടുത്തപ്പോൾ എനിക്ക് വേറെ വചനങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുത്. പുറപ്പാട് 14:14 നീ ശാന്തനായിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ സെഫാനിയ 3:17 3:17 ആണ്. ശക്തനായ യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്, നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോയി. അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായി. അപ്പോൾ എക്സാമിൽ 15-ാം തീയതി ആണെങ്കിൽ ഞാൻ തലേദിവസം 14-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ആൻറ്റിയുടെ വീട് തൃശ്ശൂരുണ്ട്, അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പനെയാണ് കാറിൽ കൊണ്ടാക്കണേ ബസ് സ്റ്റാൻഡ് വരെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പക്ഷി, അത് കുളത്തിൽ മീൻ പിടിക്കുന്നത് ഒരു പക്ഷിയാണ്, വലിയ നീളമുള്ള കൊക്കുള്ളത്. അതിൻ്റെ കൊക്കിന് ചുറ്റും ഒരു കയറോ ഒരു നൂലെങ്ങാണ്ട് ചുറ്റിയിട്ട് അതിനെ വാ തുറക്കാൻ പറ്റുന്നില്ല, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ നൂലങ്ങോട്ട് അഴിച്ചു കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, നിൻ്റെ സംസാരിക്കാനുള്ള ശേഷി ഞാൻ തിരിച്ചു തരാൻ പോവാണ്, നീ നല്ലപോലെ സ്പീക്കിംഗ് ചെയ്യും, നിൻ്റെ അപ്പം നിൻ്റെ കെട്ട് നിനക്ക് വേണ്ടി അഴിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഓക്കെ എനിക്ക് സ്പീക്കിംഗ് നല്ലതായിരിക്കും. ഞാൻ എക്സാമിന് പോയി. സെൻട്രലിൽ തന്നെ ചാപ്പലുണ്ടായി. അമ്മയും ഞാൻ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചു, പുറത്തു വന്നു. അപ്പോൾ എല്ലാ പിള്ളേരും ഇത് നോക്കുന്നുണ്ട്, എക്സാം പേപ്പേഴ്സ് നോക്കുന്നുണ്ട്, ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യാനുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മാത്രം എന്ത് ഇങ്ങനെ നിൽക്കണേ, അപ്പോൾ ഞാനും പഠിക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കി, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കൊന്തെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് പരീക്ഷാ ഭയം ഇല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ച സംഭവമാണ്. OST എക്സാം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എക്സാമിന്.
പക്ഷെ അപ്പം തൊട്ടിട്ട് എനിക്ക് പരീക്ഷ ഭയം ഇല്ല. എല്ലാവരും ഭയങ്കര സ്പീഡിൽ എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ വായിക്കുന്നു. അപ്പോഴും ഞാൻ വെറുതെ നിൽക്കുക. ഞാൻ കൊന്ത കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവേ നോക്കിക്കോണേ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ പഠിച്ചതല്ലാണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടില്ല, അത് മാത്രമേ നീ ചോദിക്കാവുള്ളൂ, എനിക്ക് വേറെ ഒന്നും നീ ചോദിക്കരുത്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തേന്, പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ്, തൈലം ഇതൊക്കെ തൂത്തിട്ടാണ് ഞാൻ പോണേ. എൻ്റെ പോക്കറ്റിൽ ഒരു കുഞ്ഞ് കാശ് രൂപ. ഞാൻ അതിന് മുന്നേ ജോസഫ് അച്ഛനെ ഇവിടെ വന്ന് കാണണം എന്ന് വിചാരിച്ചു, പക്ഷേ ജോസഫ് അച്ഛൻ കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മനസ്സിൽ. അപ്പം ഞാനൊരു കുഞ്ഞ് കാശ് രൂപം ഉണ്ട്, ഉടമ്പടി കാശ് രൂപം അല്ലാതെ വേറൊരു കാശ് രൂപം. അതിൻ്റെ ഒരു കുഞ്ഞ് കവറിനകത്ത് ഉപ്പും വിശുദ്ധ തൈലവും എണ്ണയും കടന്ന ഒരു കവറിനകത്ത് ഞാൻ ആ കാശ് രൂപം ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ആ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജോസഫ് അച്ഛന് എനിക്കൊരു കാശ് രൂപം തരാൻ പറ്റിയില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല അച്ഛനെ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛൻ 16-ാം തീയതിയാണ് വരുള്ളൂ തിരിച്ച് ഫ്രാൻസിൽ നിന്ന്. അപ്പോൾ 15-ാം തീയതി എൻ്റെ എക്സാം. അപ്പോൾ എനിക്കത് കിട്ടില്ല. പക്ഷെ മാതാവേ, നീയാണ് എല്ലാവരുടെയും പ്രവർത്തിക്കണേ, നീ എനിക്ക് വേണ്ടി ഈ കാശ് രൂപം ജോസഫ് അച്ഛൻ തരുന്ന കാശ് രൂപം പോലെ ശക്തിയുള്ളതാക്കണം, എനിക്ക് വേണ്ടിയിട്ട് നീ അത് ചെയ്തു തരണം, എനിക്ക് ഈ എക്സാം പാസ്സാവണം. അപ്പോൾ ഞാൻ എക്സാമിന് മുന്നൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഭയങ്കര ഡൗണായി. എനിക്ക് മാസം വന്നിട്ട് പത്രം മേടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് വിശ്വാസമല്ല, നീ എന്തെങ്കിലും പ്രവർത്തിച്ചാലാണ് എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് എൻ്റെ പഴയ പത്രങ്ങൾ കുറേ എൻ്റെ വീട്ടിൽ ഒരു ഫയലിലാക്കിയിട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ചോദിച്ചു, എവിടെ കൊണ്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു, വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. എൻ്റെ മനസ്സിലപ്പോൾ ഒരു ചേച്ചിയുടെ മുഖം മാതാവ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് പോണ സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു വിശ്വാസ പ്രമാണം കൂടി എഴുതും. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ പ്രമാണം എഴുതാൻ പറ്റില്ലല്ലോ, എഴുതുവാണെങ്കിൽ അത്രയും പത്രം കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്കത് എഴുതാൻ നിൽക്കാനുള്ള സമയമില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് പത്രം കൊടുക്കാമെന്നുള്ള രീതിയിൽ അമ്മയും ഞാനും കൂടി ഇറങ്ങി. ഈ ചേച്ചിയുടെ വീടെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ കൊടുക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വേണം, എനിക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഈ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പത്രം കൊടുത്ത് ഞാൻ പറഞ്ഞു, ആലപ്പുഴയിലുള്ള ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കേണ്ട, ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് അത് മാറ്റിത്തരും. ഇത്ര പറഞ്ഞ് തീരുന്നതിന് മുന്നേ ചേച്ചി ഭയങ്കരമായിട്ട് കരയാം. അപ്പം ഞാൻ വിചാരിക്കുക, മാതാവ് എനിക്ക് നീ കാണിച്ചു തന്നു, നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നീ ഈ പത്രം കൊണ്ട് എത്തിക്കാനായിട്ട് എന്നെ ഉപയോഗിച്ചു. അപ്പം ഞാൻ പത്രം കൊടുക്കുന്നതിന് മുന്നേ വിശുദ്ധ തൈലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നിനക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പത്രം ഞാൻ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ചേച്ചി പറയുകയാണ്, ചേച്ചിയുടെ അനിയൻ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് എങ്ങാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സർജറി വേണമെന്ന് പറഞ്ഞു. കുഞ്ഞ് 2 മക്കളാണുള്ളത്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള 2-3 പേര് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ മരിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്, അനിയൻ എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ആ പത്രം കൊടുത്തപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. ആ സമയത്ത് 2-3 പേരെടുത്ത് പത്രം കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇപ്പം ഇതാണോ പണി, നഴ്സിങ്ങിന് പോയ കൊച്ചല്ല, ഇപ്പം ഇതാണോ പണി? അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് മാതാവിനടുത്ത് പറഞ്ഞു, നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഞാൻ നിന്ന ഹോസ്റ്റലിൽ ഡോർമെട്രിയാണ്. അപ്പോൾ സുമിയുടെ കൂടെ, എൻ്റെ അനീത്തിയാണ് സുമിയുടെ കൂടെ പഠിക്കുന്ന പിള്ളേരും ഞാനും എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു കൊച്ചു, ഞങ്ങൾ ഇത്രയും പേര്, ഒരു 9 പേര് ഒരു ഡോർമെട്രിയിലാണ് നിൽക്കണേ. അപ്പം ഞാൻ രാവിലെ 5:30 എഴുന്നേച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും കൊന്ത കൈവിരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തണ്ട, നീയായിരിക്കും മിക്കവാറും നാണം കെടാൻ പോണേ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയെങ്കിലും നീ എന്നെ പാസ്സാക്കി തരണമെന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ പാർട്ട്ണർ പുള്ളിക്കാരി ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ എനിക്ക് മാതാവ് പറഞ്ഞു തരുന്നുണ്ട്, നീ ഇതുപോലെ പറ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ടൈൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കാരണം എൻ്റെ ഫാമിലി നിർബന്ധിച്ചെടുത്തൊരു കോഴ്സാണ്. അപ്പോൾ ഒരു ഓൾഡായിട്ടുള്ളൊരു വിമണിനെ ഞാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അവരോട് ഷെയർ ചെയ്യണേ. അപ്പോൾ ആ എക്സാമിനേറ്റർ എന്നോട് തിരിച്ച് ചോദിച്ചു, ഓൾഡായ പേഷ്യൻസിനെ കെയർ ചെയ്യാനാണോ നിനക്കിഷ്ടം, എന്തുകൊണ്ട്? അപ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരിക, നിൻ്റെ വീട്ടിൽ നിനക്കൊരു അമ്മാമ്മ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മേനെ നിനക്ക് നോക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മയോട് സംസാരിക്കാനും അമ്മാമ്മേനെ കെയർ ചെയ്യാനും എല്ലാം നിനക്ക് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മാതാവ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിലും വലുതെന്ന് പറയണത്, ഞാൻ മാതാവിനോട് ഒരു അടയാളം ചോദിച്ചിട്ടുണ്ടായി, എനിക്ക് ഈ എക്സാം ഞാൻ പാസ്സാവും അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എനിക്കൊരു അടയാളം വേണം.
അപ്പോൾ മാതാവ് എനിക്ക് തന്ന നമ്പർ 6 ഈ 6 നമ്പറിൽ ലാപ്ടോപ്പ്, എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് കൊടുക്കും. ഈ 6 നമ്പർ ലാപ്ടോപ്പിലാണ് ഞാനിരുന്ന് എക്സാം എഴുതുന്നത്. അപ്പോൾ മാതാവിൻ്റെ നമ്പറാണെന്ന് ഞാൻ സാക്ഷ്യത്തിൽ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്, 6ാമത്തെ നമ്പർ. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. പക്ഷേ എക്സാം എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറയാനുണ്ട്. മാതാവ്, എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ട്, നീ എനിക്ക് പറഞ്ഞു തരുമെന്ന് എനിക്കറിയാം. ഷ്രൈബൻ എഴുതുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ വന്ന ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി പഠിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു 30 മിനിറ്റ് സമയമുണ്ട്, പക്ഷേ ആ 30 മിനിറ്റ് എങ്ങനെ കടന്നു പോകുന്നു നമുക്ക് ആ സമയത്ത് ഇരിക്കുമ്പോൾ അറിയില്ല. ഞാൻ സ്പീഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു, എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു, ഞാൻ ബാക്ക് അടിച്ചു ഇറേസ് ചെയ്തു, പിന്നെയും ടൈപ്പ് ചെയ്തു. അപ്പോൾ സാറ് ബാക്കിൽ നിന്ന് പറയേണ്ട സമയം തീർന്നു, വേഗം ഓഫ് ചെയ്യില്ലെങ്കിൽ അത് സെൻഡ് ആവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഓഫ് ചെയ്തു. ഞാൻ അയച്ചു കൊടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല, എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കി, എക്സാം പേപ്പർ വെച്ച് നോക്കി, അതായത് ഞാൻ എനിക്ക് ഓർമ്മയുള്ള 2-3 ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഉത്തരങ്ങൾ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണ്, എനിക്കറിയാൻ പാടില്ല ഞാൻ ജയിക്കുമോ. ജയിപ്പിക്കുകയാണെങ്കിൽ അത് നീ കാരണമാണ് ഞാൻ ജയിക്കുകയുള്ളൂ, കാരണം എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് മാതാവ് തന്ന വചനമാണ് 1 കൊറിന്തോസ് 15:10. നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, നിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ ഞാൻ അത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരുന്ന ദിവസം, റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം, ഞാൻ പാസ്സാവുകയാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോൾ മാതാവ് എനിക്ക് അന്ന് മഴവില്ല് കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് ഞാൻ അടയാളം ചോദിക്കാറുണ്ട്. അപ്പോൾ മാതാവ് തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം, കനൽ പോലെ വരുന്നത്, പിന്നെ സുഗന്ധാഭിഷേകം, ഇതൊക്കെ എനിക്ക് മാതാവ് അടയാളങ്ങളായിട്ട് തരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന ദിവസം അന്ന് എക്സാമിന് ഞാൻ പരിചയപ്പെട്ടൊരു ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, ഇന്ന് റിസൾട്ട് വരുന്നു തോന്നണോ, നിൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യുക, റിസൾട്ട് വന്നോ നോക്ക്. ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. ആ സമയം 2 മണിയാണ്. അപ്പോൾ 2 മണി തൊട്ടിട്ട് ഞാൻ മുട്ടുമേ നിന്ന് 2 മെഴുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥനയോടെ പ്രാർത്ഥന, മാതാവേ നീയാണ് നാണം കെടാൻ പോണേ, തോറ്റു കഴിഞ്ഞാൽ എന്നെ ജയിപ്പിച്ച് തന്നില്ലെങ്കിൽ നീ ആട്ടോ നാണം കെടാൻ പോണേ, എല്ലാവരുടെ മുമ്പിൽ നീ നാണം കെടും, അത് ഉണ്ടാക്കരുത്, എനിക്കതിലൊരു താല്പര്യമില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാറി മാറി ചൊല്ലുന്നുണ്ട്, ഒരു കൊന്ത ചൊല്ലി, ഒരു കരുണക്കൊന്ത ചൊല്ലി. ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കാം. മാതാവ് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലോടൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്ക 1:25. ജനങ്ങളുടെ ഇടയിൽ നിനക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തന്നിരിക്കുന്നു എന്നർത്ഥമാക്കുന്നൊരു വചനമാണ് എനിക്ക് വന്നത്. അങ്ങനെ ആ വചനം കെട്ടി. അത് കഴിഞ്ഞ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, എടി റിസൾട്ട് വന്നു, എനിക്ക് മെയിൽ വന്നു, നിനക്ക് മെയിൽ വന്നോ നോക്ക്. മെയിൽ തുറന്നു നോക്കി. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ബെസ്റ്റ് സ്റ്റാൻഡൻ അല്ലെങ്കിൽ നിഷ്ഠ ബെസ്റ്റ് സ്റ്റാൻഡൻ, ജയിച്ചു അല്ലെങ്കിൽ തോറ്റു, ഇതായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കണേ. ആ സംഭവം ഞാൻ അതിനകത്ത് കാണാനില്ല. ഞാൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട്, ഇത് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു വാക്കില്ലല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എനിക്ക് അയച്ചതാ, ഞാൻ നോക്കട്ടെ. ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചി ആ PDF തുറന്നിട്ട് പറയും, എടി അത് ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ജയിച്ചു. 300-ൽ എനിക്ക് 240.5 മാർക്ക് വന്നിട്ടാണ് എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള സ്പീക്കിങ്, എനിക്ക് 75-ൽ 27 മാർക്ക്. അതെന്നെ പഠിപ്പിച്ച സാറ് പറയുന്നുണ്ടായി, ഏറ്റവും കൂടി പോയ 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. അല്ല, ഷ്രൈബന് 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. ഷ്രൈബനിൽ എനിക്ക് 27 മാർക്ക് മാതാവ് തന്നു. ഞാൻ തോറ്റു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് മാതാവ് എനിക്ക് 27 മാർക്ക് തന്നിട്ട് എന്നെ പാസ്സാക്കി. 300-ൽ 240.5 മാർക്ക് തന്നിട്ട് എന്നെ പാസ്സാക്കി. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് PCOD എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഓവറീസിൽ ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് പീരീഡ്സ് റെഗുലർ അല്ല. എനിക്ക് എല്ലാ മാസവും 1-2 തവണ വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം മൊത്തം 2ാമത്തെ മാസവും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തുടക്കം കുറേ ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്തു, പിന്നെ ഹോമിയോ കണ്ടിന്യൂ ചെയ്തു. അവസാനം ഞാൻ മരുന്ന് കഴിച്ച് മടുത്തപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകണില്ല, നീ മാറ്റി തരുവാണെങ്കിൽ അത് മാറിക്കോട്ടെ, നിനക്ക് മാറ്റി തരണമെന്നില്ലെങ്കിൽ അത് മാറണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അടിവയറ്റിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ചിട്ട് എന്നും കുരിശ് വരയ്ക്കുമായിരുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾ നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നെൽകൃഷി തുടങ്ങിയ സമയത്ത് അമ്മ ഞാറൊക്കെ പാകുന്ന സമയത്ത് അമ്മ ഉടമ്പടി വിശുദ്ധ ഉപ്പിട്ടിട്ട് എല്ലാവരുടെയും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കൊയ്ത്തിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ കൊയ്ത്ത് തുടങ്ങുന്നത് തൊട്ടിട്ട് തീരണ വരെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാതാവ് ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ മാതാവ്
കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് 3000 കിലോ ആണ് നെല്ല് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 4000 കിലോ നെല്ല് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് രോഗികളെ സന്ദർശിച്ച് കാണും. ഞാനൊരു നേഴ്സാണ്. അപ്പം വയ്യാതെ കിടക്കുന്നവരെ കണ്ടിട്ട് അവർക്ക് കാനുല അഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കാനോ എനിമ വയ്ക്കാനോ അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഓണത്തിൻ്റെ സമയത്ത് പൊതിച്ചോറുണ്ട് ഞാൻ അമ്മയും കൂടി ഉണ്ടാക്കി ഒരു ചേട്ടൻ്റെ കൊടുത്തുവിടുക. അപ്പോൾ ചേട്ടന് പൈസ കൊടുക്കും, അവർ മേടിച്ചു കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പത്രം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രാവശ്യം പത്രം വന്ന് മേടിച്ചു. ഞാൻ തിരുവല്ലയിലുള്ള സ്റ്റാൻഡിലൊക്കെ കൊടുത്തു, നടന്നു ഞാൻ കൊടുത്തു. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് കരയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പത്രം കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ദൈവവചനം പിന്നെ ധ്യാനത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിള്ളേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെ ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കണേ. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊയറിൽ കയറണമെന്ന്. അപ്പം ഞാൻ കൊയറിൽ കയറി. അതിന് മുന്നേ വരെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കണം. ഞാൻ 24 വയസ്സുണ്ട് എനിക്ക്. അപ്പം ഞാൻ സാധാരണ ആ വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ ബെഞ്ചിലൊക്കെ ആയി അല്ലെങ്കിൽ സൈഡിൽ മൂലയിലൊക്കെ ചെല്ലും. ഞാൻ കുഞ്ഞു പിള്ളേർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് ഞാൻ കൈയൊക്കെ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വേണം ചൊല്ലാൻ, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ വേണം പള്ളിയിൽ നിൽക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതാണ് മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും. അതിന് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. നന്ദി. എൻ്റെ പേര് ബിന്ദു ബെന്നി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മാർച്ച് മാസം 11-ാം തീയതിയാണ്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട് ധന്യാണ് ആദ്യമായിട്ട് എന്നോട് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷൈനി ചേച്ചിയാണ് എന്നെ നിർബന്ധിച്ച് ഇവിടെ ആദ്യമായി കൊണ്ടുവരുന്നത്. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളായിരുന്നു എൻ്റെ വിഷയം. ആദ്യത്തേത് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല, പെട്ടെന്ന് ഞെട്ടുക, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന പെരുവിരലിലും കാലിലും നാക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായിട്ട് എനിക്ക് ഏകദേശം ഈ അസ്വസ്ഥതയുണ്ടായിരുന്നു. അത് വീണ്ടും വീണ്ടും കൂടി വന്നു. ഒരു സ്പൂൺ വീഴുന്ന ശബ്ദമോ ഒരു സ്വിച്ച് ഇടുന്ന ശബ്ദമോ പോലും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടി ഉണരുകയും എനിക്ക് ഈ ഷോക്ക് അടിക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് മനസ്സിൽ ഞങ്ങൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അവിടെയൊന്നും ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾക്ക് ടെൻഷനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി എൻ്റെ BP ഇച്ചിരി കൂടുതലാണ്, അതാണെന്നാണ് അവർ പറയുന്നത്. BP-യുടെ ടാബ്ലറ്റ് തരുന്നു, എന്നെ പറഞ്ഞു വിടുന്നു. വീണ്ടും ഞാൻ ഈ അസ്വസ്ഥതയുണ്ടായ ഒരു രാത്രി മൊത്തം ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്തൊരു രാത്രി ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ഞാൻ പറഞ്ഞു നമുക്ക് തൊടുപുഴയ്ക്ക് സെൻറ്റ് മേരീസിലെങ്ങാനും പോകാം, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരാണ്. 2 പേർക്കും ഹസ്ബൻഡിനും എനിക്കും ഷോപ്പ് തന്നെയാണ്. ഞങ്ങൾ രാവിലെ കടയൊക്കെ അടച്ചിട്ടു. രാവിലെ തൊടുപുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് ടെൻഷനാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല, ഇയാൾക്ക് ഓൾറെഡി ഇപ്പോൾ BP ഇച്ചിരി കൂടുതലാണ്, അത്രയേ ഉള്ളൂ, എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരും BP-യുടെ ടാബ്ലറ്റ് തന്നു വിട്ടു. അങ്ങനെ ഞാൻ പിന്നെ മടുത്തു, ആശുപത്രിയിലൊന്നും പോകുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, എന്നിട്ടും എന്താ എനിക്കിങ്ങനെയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ ഒരു ചേച്ചി കടയിൽ വന്ന ഒരു ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഷോപ്പ് നടത്തുവാണെന്ന്, ആ കടയിൽ വന്ന ചേച്ചി എനിക്കൊരു കൃപാസന പത്രം തന്നു. അത് ഷൈനി ചേച്ചിയാണ്. ഷൈനി ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഈ ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തൊണ്ടയൊക്കെ പൊട്ടി ചോര വരും. അപ്പോൾ ഇത്രയും ദൂരമൊന്നും എനിക്ക് വരാൻ പറ്റില്ല ചേച്ചി, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒരു ദിവസം വന്നൊരു ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് ആ തന്ന പത്രം അന്ന് രാത്രി ഞാൻ എൻ്റെ തലേൻ്റെ അടിയിൽ വെച്ചു. അന്ന് എനിക്ക് ഈ ഞെട്ടലുണ്ടായില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. എന്നാൽ പിന്നെ ഇവിടെ പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണം. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല, എങ്കിലും ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയണം എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഇതായി. പെട്ടെന്ന് പോകണം എന്നുള്ള ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിളിയായി. പിന്നെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ആ പത്രം തലയുടെ അടിയിൽ വെച്ച് അന്നു മുതൽ ഇന്നു വരെ എനിക്ക് ഈ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം.
രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് ഓൾറെഡി ബി പി കൂടുതലാണല്ലോ, എപ്പോഴും ബി പി ഹൈ ആയി നിൽക്കുന്നു, കുറയുന്നില്ല, ഇടയ്ക്ക് കുറയും, തന്നെ കൂടും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ട്, ചെറിയ തലകറക്കം, ക്ഷീണം, അങ്ങനെയുള്ള, എനിക്ക് എന്നും രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കണം, എൻ്റെ എല്ലാ വീട്ടിലെ കാര്യങ്ങളും നടത്തി പള്ളിയിൽ പോകണം, തിരിച്ചു വന്ന് എനിക്ക് 9 മണിയാകുമ്പോൾ ഷോപ്പിൽ പോകണം, വൈകിട്ട് 6:30 ഇത് തന്നെയാണ് 365 ദിവസം എൻ്റെ ജോലി. അപ്പോൾ എനിക്കിത് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഈ ബി പി 1 ഉടമ്പടി എടുത്തു, പുതുക്കി, 2 പുതുക്കി, 3 പുതുക്കി എന്ന 3-ാമത്തെ പുതുക്കലിന് ശേഷം ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേ തന്നെ ഇരുന്നു. ഒരുപാട് നാളുകൾ പോയി, ബി പി പൂർണ്ണമായിട്ടങ്ങ് മാറുന്നില്ല, അങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം ഈ പ്രാവശ്യം ജപമാല റാലിക്ക് ഞങ്ങൾ രാത്രി 10:45 അവിടെ നിന്ന് പോരുന്നത്. ആ പോരുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പുറമെല്ലാം തിരുമ്മിത്തന്ന്, കാലെല്ലാം തിരുമ്മിത്തന്ന്, നീ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പോകും, ഇത്രയും നേരം ദൂരം യാത്ര ചെയ്ത് പോകേണ്ടതെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പോകാം, ധൈര്യമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വല്ല വണ്ടിയെ കയറി അർത്തുങ്കപ്പള്ളി പോയി ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പോരുന്നു. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് പുറം വേദനയൊക്കെ ഉണ്ട്. തിരിച്ചിവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയായിരുന്നു. കുട പിടിക്കണം, എൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എനിക്ക് റാലി തുടങ്ങിയപ്പോൾ മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. ഞാൻ ബാഗ് ഒരു തോളയിൽ ഊരി ഇപ്പുറത്തെ തോളയിലിട്ട് നോക്കും, തിരിച്ചിപ്പുറത്തെ തോളയിലിട്ട് നോക്കും, രണ്ടും കൂടി ഇട്ട് നോക്കി, എനിക്ക് പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല, കുട പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുവാണ്, കുറച്ച് മുമ്പോട്ട് പോകാം, എവിടെയെങ്കിലും ഒരു കവലയിൽ ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ കാണുന്ന സ്ഥലം ചെത്തുമ്പോൾ ഞാൻ പറയാം, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ചേച്ചി, നിങ്ങൾ പൊക്കോ, ഞാൻ അർത്തുങ്കപ്പള്ളിയിലേക്ക് വന്നേക്കാം എന്ന് പറയാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എങ്ങനെയോ ഒരു വണ്ടിയും കാണുന്നില്ല, ഒരു സ്ഥലത്തും, എല്ലാം ഇങ്ങനെ ഇരുട്ടത്തൂടെ പോകുന്നു, കവലകൾ മാത്രം, ഒരു വണ്ടിയോ വാഹനങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനിത് മറന്നുപോയി. ഞാൻ വീണ്ടും 6:10 ഞാൻ കടൽ തീരത്ത് ചെല്ലുന്നത്. ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എനിക്കിപ്പോൾ പറയാൻ ഒരു അസ്വസ്ഥതയില്ല, ഞാൻ വളരെ സ്പീഡിലാണ് നടക്കുന്നത്, നടന്നു പോയതും ഇതൊക്കെ. പിന്നെ അന്ന് ആ കടൽ തീരത്ത് വെച്ച് ഞാൻ ഓർത്ത ആ സമയം മുതൽ ഇന്ന് വരെ എൻ്റെ ബി പി നോർമലാണ്. എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് 6-7 വർഷങ്ങളായിട്ടുണ്ടാകും എൻ്റെ ബി പി. ഇപ്പോൾ എനിക്ക് 120/80 അല്ലാതെ എൻ്റെ ബി പി ഒരിക്കൽ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. ഞാൻ രാവിലെയും വൈകിട്ടും ബി പി ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ വീടിനകത്ത് തന്നെയുള്ള ഒരു വ്യക്തി എന്നെക്കുറിച്ച് ഒരു മോശമായ രീതിയിലൊരു സംസാരമുണ്ടായപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാത്തതായിരുന്നു. അപ്പം നമ്മളെ കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചിട്ട്, നമ്മുടെ കുടുംബത്തെ പോലെ കരുതിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ വിഷയം. ക്ഷമിക്കാൻ പറ്റാഞ്ഞൊരു പോയിട്ട് അവരുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മാനസികാവസ്ഥ മാറി. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഞാനെന്നും പള്ളിയിൽ പോകുന്ന ആളല്ലേ, കുമ്പസാരിക്കുന്ന ആളല്ലേ, ഞാൻ കുമ്പസാരത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ എനിക്കിത് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് എന്ന് ഞാൻ തന്നെ ചിന്തിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കും, അവരോട് സ്നേഹമായിട്ടൊക്കെ ഇടപെട്ട് നോക്കും. എന്നാലും ചില സമയങ്ങളിലൊക്കെ എനിക്കിത് ഈ ഓർമ്മ വരികയും എനിക്ക് സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ സങ്കടം വരുന്നു, കരച്ചിൽ വരുന്നു. ഈ സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്നൊരു തോന്നലും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാനത് ഉടമ്പടി വെച്ച് 5-ാമത്തെ ഉടമ്പടിക്ക് ശേഷമാണ് എനിക്കിതിൻ്റെ കനം കുറഞ്ഞു വന്നു. 5-ാമത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എപ്പോഴോ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പം സ്നേഹമായിട്ട് ഇടപെടാനും, എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ പരിശുദ്ധ അമ്മയോടല്ലേ ഞാൻ ഉടമ്പടി ചെയ്തത് എന്നെൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. അവരെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പൂർണ്ണമായിട്ടും എന്നിൽ നിന്ന് മാറി. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മുടെ കുടുംബം എല്ലാവരും ഒന്നാണ്, ഈ കുടുംബത്തിലെ ഈശോയ്ക്കും മാതാവിനും വസിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നു. അങ്ങനെ ആ ഒരു അവസ്ഥ അതിൽ നിന്നും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എനിക്ക് വിമുക്തി തന്നിട്ടുണ്ട്. 4-ാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, എൻ്റെ സ്വന്തം വീട് മൂന്നാറിനപ്പുറം ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്.
അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. എങ്കിലും അന്നും ഉള്ളതുപോലെ തന്നെ ആ വീടിലെ അംഗങ്ങളൊക്കെ കൂടി വന്നെങ്കിലും വീടിന് ഒരു സൗകര്യക്കുറവുണ്ട്. അപ്പം ഒരുപാട് പ്രായമായ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സാമ്പത്തികമായിട്ടൊക്കെ അടുത്ത് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പണി തുടങ്ങാനോ അതൊന്ന് സൗകര്യത്തിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളുമുണ്ട്, ഇവിടുത്തെ പേരൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി വെച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പതുക്കെ പണികൾ തുടങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഒരു 3 മാസം അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സ്പീഡിൽ ആ പണികൾ മുഴുവൻ, ഒരു ചെറിയ പണി പോലും ബാക്കിയിടാതെ മുഴുവൻ പണികളും പൂർത്തിയാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീടായിട്ട് തീർന്നു. അതാണ് 4ാമത്തെ സാക്ഷ്യം. ഇത്രയും അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയോട് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തന പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത്രവിതരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ ഒരു നാട്ടിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 25-26 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പത്രവിതരണം നടത്തണമെങ്കിൽ ഒരു ദിവസം മെനക്കെട്ട് നമ്മൾ ദൂരോട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം യാത്ര ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. ഞാനത് കിട്ടാത്ത ഇടങ്ങൾ, അതായത് ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ആദിവാസി മേഖലകളൊക്കെ ഉണ്ട്, അവരുടെ ഇടയിലേക്കൊക്കെ ഈ പത്രവിതരണം ചെയ്താലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ അവരിലേക്ക് പത്രവിതരണം തുടങ്ങി ഞാൻ. അതുപോലെ തന്നെ അവരുടെ നമ്പറുകളൊക്കെ ഫോണിൽ വാങ്ങി അത് എൻ്റെ ഫോണിൽ സേവ് ചെയ്തു. അപ്പോൾ ഷോപ്പായതുകൊണ്ട് എല്ലാവരും കടകളിൽ വരും, എന്നും തന്നെ മിക്കവരെയും നമുക്ക് അവരെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോടും കൃപാസനത്തെക്കുറിച്ചും ജോസഫസിൻ്റെ ധ്യാനത്തെക്കുറിച്ചും ഇവിടുത്തെ രീതികളെക്കുറിച്ചും ഒക്കെ ഞാൻ അവരോട് പറയും. അവർ അത് കേൾക്കും. അവർക്ക് ഭയങ്കര ഒരു ജിജ്ഞാസയായി. അവരെയും ഒന്നും അറിയില്ലാത്ത ഒരു ജനതയാണല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ഇതെല്ലാം അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഈ ടോക്കുകളും ഈ കൃപാസന പത്രവും അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളവരല്ല, എങ്കിലും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അവർ വാങ്ങുന്നു, ആ ടോക്കുകൾ കേൾക്കുന്നു. ഇപ്പോൾ അവർ കുറച്ച് പേര് ആദിവാസികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പോകുമ്പോൾ പറയണം, എനിക്ക് ഞങ്ങൾക്കൊന്ന് വരണം, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത തവണ വരുമ്പം ഓരോരുത്തരെയായിട്ട് കൊണ്ടുവരും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ട് കിടക്കുന്നവരെ സന്ദർശിക്കും. അവർക്ക് വേണ്ട സാനിറ്ററി പാഡുകളോ ഹോട്ട് വാട്ടർ ബാഗുകളോ മരുന്നുകളോ ഒക്കെ എത്തിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരു കൃപാസനം കൂട്ടായ്മ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഉള്ള ചേച്ചിമാർ, ഞങ്ങൾ 2-3-4 ചേച്ചിമാരുണ്ട്, അവരെല്ലാവരും കൂടി പൈസയൊക്കെ ഇട്ട് അവർക്ക് വേണ്ട അരി സാധനങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ കൊടുക്കുന്ന 2-3 ചാക്ക് അരിയൊന്നും അവർക്കൊന്നിനും ആകത്തില്ല. എങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ അരിയും പച്ചക്കറി സാധനങ്ങളും എല്ലാ സാധനങ്ങളും, ഒരു ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് പത്രങ്ങൾ കൊടുക്കും, അവരോട് സംസാരിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചേച്ചിമാർ പാട്ട് പാടുന്നവരുണ്ട്, അവരൊക്കെ പാട്ടൊക്കെ പാടും. അങ്ങനെ അവരെല്ലാവരെയും സന്തോഷിപ്പിക്കാനും സന്ദർശിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ഞങ്ങളുടെ നാട്ടിലല്ല, കുറച്ച് ദൂരെയാണ് ആ കുട്ടി. അത് കുട്ടിയുടെ പേരൻറ്റ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. കുട്ടി ഓൾറെഡി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ കുട്ടിക്ക് ഡിസേബിൾഡ് ആയതുകൊണ്ട് പഠിക്കാൻ സീറ്റ് കിട്ടി, പക്ഷേ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്നെ ഒരു ആൻറ്റി വിളിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ ചേച്ചിമാരെയും വിളിച്ചു ചോദിച്ചു. അപ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ ഇപ്പം ഞങ്ങൾ പൈസ കൊടുത്ത് ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തേക്കാണ് ആ കുട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ മരുന്ന് വാങ്ങാനുള്ള പൈസ ഞങ്ങൾ ഈ ചേച്ചിമാരെല്ലാവരും, അതായത് ഒരാൾക്ക് തന്നെ എടുക്കാൻ അത്ര വലിയൊരു എമൗണ്ട് എപ്പോഴും കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ആ എമൗണ്ട് ഇട്ട് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട്.
അതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കടയിലിരുന്ന് ഫ്രീ ടൈമിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരെയും, നമുക്കറിയാലോ ഒരു ഗ്രാമമായതുകൊണ്ട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ അവർക്ക് ചുമ്മാ പൈസ വാങ്ങാറില്ല. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ മക്കളും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാവരുടെയും സന്തോഷത്തോടുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരു ദിവസമല്ല, രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ മാതാവിൻ്റെ ഈ ഗ്രേ കളറിലുള്ള ഈ കാപ്പ്, ഈ ഷോള് പോലെയുള്ള അത് എന്നെ ഒരു ദിവസം എന്തോ പേടിച്ച് നിന്ന എന്നെ അതൊരു ടെൻ്റ് അടിക്കുന്നത് പോലെ വന്ന് ഇങ്ങനെ എന്നെ കവർ ചെയ്ത് നിന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് പറയാൻ ഇങ്ങനെ നമുക്ക് വാക്കുകളൊന്നുമില്ല. അതായത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു സമാധാനം, അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വപ്നത്തിൽ ഞാൻ അങ്ങനെയാണ്. രണ്ടാമത്തെ സ്വപ്നത്തിൽ ആ കടൽ തീരത്ത് വെച്ച് അച്ഛൻ പറഞ്ഞു, കട്ടയായിട്ടുള്ള മഞ്ഞ് കട്ടകൾ ഇങ്ങനെ പല രൂപത്തിലും ഇങ്ങനെ വരുന്നു. അപ്പം അച്ഛൻ പറയുന്നു എല്ലാവരും അതിലേക്ക് നോക്ക്, അതിൻ്റെ അകത്ത് മാതാവുണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ പറന്നു വന്ന ഒരു കട്ട പിടിച്ച് അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മാതാവ്, പക്ഷെ മാതാവിൻ്റെ മുഖം പ്രകാശം കൊണ്ട് ഇങ്ങനെ പ്രകാശിച്ച് നിന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ബാക്കി നമ്മുടെ ഉടുപ്പും കയ്യും കാലും തലയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ മണം 1-2 തവണയൊക്കെ എനിക്ക് ഇന്നും അവിടെ ചെന്നിരുന്നപ്പം ഞാനിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം പോലെ തോന്നി. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും. അതെനിക്ക് പറയാൻ പറ്റി. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും യേശു തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, വിശുദ്ധിയോടെ ജീവിച്ചാൽ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചാൽ ഇതുപോലെയുള്ള അനുഗ്രഹം, മനസ്സിൻ്റെ അനുഗ്രഹം, നിയോഗങ്ങളെക്കാളെല്ലാം അപ്പുറം, നിയോഗങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല, മരിച്ചു പോകും. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിയോഗങ്ങൾക്കൊന്നും ഒരു വിലയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ആത്മാവിനെ